മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ LDFന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി. CPM നേതൃത്വത്തിലുള്ള LDF ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷ കക്ഷികൾ നൽകിയ അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് LDFന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ തുടർന്നുള്ള തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ CPI കൌൺസിലറായ പള്ളിയറ ശശി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ഉടലെടുത്ത സംഭവവികാസങ്ങളാണ് ഇപ്പോൾ LDFന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ എത്തിനിൽക്കുന്നത്. പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് 1/3 ഭൂരിപക്ഷം വേണമായിരുന്നു. സ്വന്തം നിലയ്ക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുവാനായി അതിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തു നിന്നുള്ള തുടർച്ചയായ അവഗണനകൾ മനമെടുത്തിരിക്കുന്ന CPIയുടെ പള്ളിയറ വാർഡ് മെമ്പർ ശ്രീ പള്ളിയറ ശശി പലതവണ അദ്ദേഹം CPMുമായി ചർച്ച നടത്തുകയും നല്ല രീതിയിൽ പഞ്ചായത്ത് ഭരണം കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തൊക്കെ അവമതിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം പലതവണ CPM നേതൃത്വവുമായി ചർച്ച ചെയ്യുകയും നല്ല രീതിയിൽ ഇവിടെ ഭരണം കാഴ്ചവെക്കുവാനായിട്ട് എല്ലാവരെയും ഒത്തുണക്കി കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്നും ഒരു നിർദ്ദേശം അദ്ദേഹം വച്ചിരുന്നു. എന്നാൽ അതിനെ തുടർച്ചയായി അവഗണിക്കുകയും അത് ഒരു മുഖവിലക്കെടുക്കാൻ തയ്യാറാവാതിരുന്ന CPM നേതൃത്വം അദ്ദേഹത്തെ മനഃപൂർവ്വം മടക്കി വിടുകയും അവസാനം സഹികെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന അഴിമതികളും സ്വജനപക്ഷപാതങ്ങളും തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നപ്പോൾ അത് പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നൊരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹം കാണിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങി വരികയും CPMനെതിരായി വോട്ട് ചെയ്യാൻ കോൺഗ്രസിന്റെ കൂടെ നിൽക്കാമെന്ന് അറിയിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് പള്ളിയറ വാർഡ് മെമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഈ അങ്കണവാടി നിയമനവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് പല ഒരു യോഗ്യതയും ഇല്ലാത്തവരെ കുത്തിക്കയറ്റിക്കൊണ്ട് നടന്ന ഒരു പരിപാടിയായിരുന്നു. ഇന്റർവ്യൂവും അഭിമുഖങ്ങളും എല്ലാം ഇവിടെ നടന്നിരുന്നത്. അപ്പൊ അതിനെതിരെ കൃത്യമായി വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയുകയുണ്ടായി, എനിക്ക് സാധാരണപ്പെട്ട കുട്ടികളുടെ കരച്ചിൽ കാണുവാൻ കഴിയുന്നില്ല, അവരുടെ സങ്കടം എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. എല്ലാ ദിവസവും വീടുകളിൽ 3-4 പേര് കടന്നു വരികയാണ്, ഞങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ നടക്കുന്ന CPM കൊടുത്ത ലിസ്റ്റിൽ നിന്ന് മാത്രമാണ് നിയമനം നടക്കുന്നത്. യോഗ്യതയുള്ള ഒരൊറ്റയാളെ പോലും ഇവരെടുക്കുവാൻ തയ്യാറല്ല. ഈ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, അതിൽ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് 0 ദിവസം പോലും അങ്കണവാടിയിൽ തിണ്ണ കണ്ടിട്ടില്ലാത്തവരെ പോലും CPMന്റെ കൊടി പിടിച്ചു എന്നതിന്റെ പേരിൽ ആ അങ്കണവാടി ലിസ്റ്റിലോട്ട് കുത്തിക്കയറ്റിക്കൊണ്ടുള്ള നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കെടുകാര്യസ്ഥതകളും സ്വജനപക്ഷപാതങ്ങളും അഴിമതിയും നിറഞ്ഞ ഈ ഭരണത്തിനെതിരെ അതിന് നേതൃത്വം നൽകുന്ന ചന്ദ്രബാബുവിനെ താഴെ ഇറക്കുക എന്നുള്ള അടിയുറച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് അവിശ്വാസ പ്രമേയം കൊടുക്കുകയും ആ അവിശ്വാസ പ്രമേയം ഇന്ന് പാസ്സാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് BJP ഇവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് കോൺഗ്രസ് അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അതിന് കോൺഗ്രസ് ഉയർത്തുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, മതനിരപേക്ഷമായ സഖ്യങ്ങളുമായി മാത്രമേ കോൺഗ്രസിന് സഖ്യം കൂടാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ BJPയുടെ കൂടെ ചെകുത്താനെ താഴെ ഇറക്കാനായിട്ട് പണ്ട് CPM കൂട്ടുപിടിച്ചതുപോലെ ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസിനെ തകർക്കുക എന്നൊരു നിലപാട് കോൺഗ്രസിനെ തകർക്കുക എന്ന നിലപാട് CPMന്റെ നിലപാടല്ല കോൺഗ്രസ് അനുവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയും ഈ 2.5 വർഷക്കാലം കൊണ്ട് ഈ അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെ 1-2 അധികം മെമ്പർമാർ ഇടതുപക്ഷത്തിന്റെ പാളയത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുകയും അവരുടെ പിന്തുണയോടുകൂടി 3-1 ഭൂരിപക്ഷം തെളിച്ചുകൊണ്ട് ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ കഴിയുകയും ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. ഈ എന്നെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികൾക്ക് ഞങ്ങൾ ഒരു ഉറപ്പ് തരുന്നുണ്ട്, ഞങ്ങൾ ഇനി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും BJP വിരുദ്ധ വർഗീയ ചേരികളുടെ ഭാഗത്ത് നിൽക്കാതെ ഇവിടെ ഒരു മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉണ്ടാക്കുവാനായിട്ട് മുതാക്കൽ പഞ്ചായത്തിന്റെ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. അതിനാൽ തന്നെ ഇവിടുത്തെ മതേതര വിശ്വാസികൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കുവാനായിട്ട് അവരുടെ മതേതര വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനായിട്ട് അടിയുറച്ച നിലപാടുകളുമായി തന്നെയാണ് കോൺഗ്രസ് വരുന്ന ആളുകളിലും മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. 2.5 വർഷം കഴിയുമ്പോൾ പ്രസിഡന്റ് സ്ഥാനം CPIക്ക് നൽകാമെന്ന ധാരണ CPM തെറ്റിച്ചതാണ് പള്ളിയറ ശശിയുടെ രാജിക്ക് കാരണമായത്. ആകെയുള്ള 20 അംഗങ്ങളിൽ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 13 പേർ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. പള്ളിയറ ശശി ഉൾപ്പെടെ CPI അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 6 അംഗങ്ങളുള്ള LDF 2 സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് ഭരണസമിതി രൂപീകരിച്ചത്. UDFന് 5-ഉം BJP നേതൃത്വം നൽകുന്ന NDAക്ക് 7 അംഗങ്ങളുമുണ്ട്. പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിൽ LDFന് അംഗബലം 6 ചുരുങ്ങാനാണ് സാധ്യത. ഒരു സ്വതന്ത്ര അംഗവും CPI അംഗവും UDFനൊപ്പം കൂടിയാൽ UDFനും NDAക്കും 7 വീതം അംഗങ്ങളാകും. ഇതോടെ ഏത് മുന്നണിക്കും ഭരണസമിതി രൂപീകരിക്കാമെന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ വളരെ വ്യക്തമായി ചില രേഖപ്പെടുത്തലുകളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ പഞ്ചായത്ത് കമ്മിറ്റി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി തന്നെ അറിയാം. 4 മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാർ, 2 CPIയുടെ മെമ്പർമാർ, 2 സ്വതന്ത്ര അംഗങ്ങൾ, അങ്ങനെ 8 പേരുടെ പിന്തുണയോടുകൂടിയാണ് ഇവിടെ ഈ ഭരണം നിലവിൽ വന്നത്. അതിന് ചില നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഒരു നിയതമല്ല എങ്കിൽ പോലും രാഷ്ട്രീയമായ ചില കാരണങ്ങൾ കൊണ്ട് ഈ പഞ്ചായത്തിൽ വർഗീയ വിധ്വംസ ശക്തികൾക്ക് കടന്നു കയറാൻ അവസരം നിഷേധിച്ചുകൊണ്ട്
BJPക്കെതിരായ ഒരു ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് ഒരു പിന്തുണ LDFന് ഞങ്ങൾ കൊടുത്തിരുന്നത്. അത് ധാർമ്മികമായ ഒരു പിന്തുണ നീക്കുപോക്കായിരുന്നു. അത് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല അന്ന് ഞങ്ങൾ കൊടുത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജനാധിപത്യം പുലർന്നു കാണണമെന്നും മതേതര ശക്തികളുടെ കൂട്ടായ്മ ഉണ്ടാകണമെന്നും അധമ്യമായ ഒരു ആഗ്രഹം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടായിട്ട് പോലും ഇവിടെ തെരുവീതികളിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം കൊടുത്തവരാണ് എങ്കിൽ പോലും ഞങ്ങളൊരു നീക്കുപോക്കിന് ഒരു സന്നദ്ധമായത്. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.